ഗൈസ് വാവാറ്റ ഒന്ന് എൻ്റെ അടുത്ത് അറ്റാക്ക് ചെയ്യുന്ന എൻ്റെ അരവണേനെ ഞാൻ തട്ടിപ്പറിച്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരവണ പായസം ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ചിലപ്പോൾ മുഴുവൻ തിന്ന് തീർക്കും കേട്ടോ. ആ കാര്യം തിന്നുകൊണ്ട് പറയാട്ടോ. അപ്പോൾ നമ്മുടെ അരവണം വാഴക്കും ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ. എൻ്റെ ഗായ്സിനോട് ഞാൻ സംസാരിക്കട്ടെ. നിങ്ങളോടൊക്കെ സംസാരിക്കാൻ ഞാൻ വരുമ്പോൾ നിങ്ങൾക്കൊന്നും എൻ്റെ വർത്തമാനം കേൾക്കാൻ പറ്റില്ലല്ലോ. ഇല്ലല്ലോ, ഞാൻ വർത്തമാനം പറഞ്ഞോണ്ടില്ല പറ്റില്ല. എൻ്റെ വർത്തമാനം കേൾക്കാൻ ആർക്കും കഴിയില്ല. കാരണം ഞാൻ ബോറിംഗ് ആണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ ബോറിംഗ് ആണോ? പറ. അതെ അതെ, ചോദിച്ചതിന് ഉത്തരം മതി. മാറിക്കും എൻ്റെ ഗായ്സിനോട് കാര്യത്തിലേക്ക് എടുക്കാം. എന്താ വെച്ചാൽ നിങ്ങൾ പറയാട്ടോ. ഗായ്സ് ഇപ്പം അരവണ പായസം എന്നാണ് ഇനി പറ. അരി അധികം വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ കടിച്ച് അങ്ങനെ മുറിച്ച് മധുരത്തിൻ്റെ കാര്യം പിന്നെ ഞാൻ പറയണോ? വേണ്ട. ഇടയ്ക്ക് നമുക്ക് ഏലക്ക അടിക്കാൻ കിട്ടും. അത് ദേഷ്യം വരും എനിക്ക്. ചിലപ്പോൾ തേങ്ങാക്കൊത്ത് കിട്ടും. പിന്നെ വേണേ തിന്നണമായിരുന്നു. ഒരു രൂപ. പിന്നെ നമുക്ക് മുന്തിരി കിട്ടും. അങ്ങനെ മുന്തിരിന് കൊണ്ടാണ് വാങ്ങാൻ. മുന്തിരി ഭയങ്കര ഇഷ്ടം. ഞാനിങ്ങനെ തിന്നോടെ ഇരിക്കുക. ഒന്നൊന്നര രുചിയാ, നല്ല ടേസ്റ്റ്. ഒന്നും കഴിച്ച് ഞാൻ ഫുഡ് കഴിക്കൂല. എന്നാ പിന്നെ മുഴുവൻ എടുത്ത് തിന്നോ. എന്നാ നമുക്ക് എല്ലാ പ്രാവശ്യം അരവണ പായസം നമ്മുടെ അയ്യപ്പസ്വാമി നമുക്ക് എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും ഒക്കെ വഴി നമുക്ക് കൊണ്ട് തരും. ഇല്ലേ? പ്രാർത്ഥിക്കും കിട്ടണേ. ഇങ്ങനെയാണ് നമുക്ക് ഇച്ചിരിയെങ്കിലും ഒരു സ്പൂണെങ്കിലും നമുക്ക് കിട്ടാതിരിക്കില്ല. ഞാൻ എൻ്റെ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം ഫ്രണ്ട്സൊക്കെ പോയിട്ട് വരുമ്പം അവരുടെ അച്ഛനും അതുപോലെ തന്നെ അവരൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് ക്ലാസ്സിലെല്ലാവർക്കും അരവണ പായസം കൊണ്ടു തന്നിട്ടുണ്ട്. അരവണ എന്ന് പറയുമ്പോൾ ഞാനത് ഓർക്കുന്നത്. അപ്പോൾ നിങ്ങൾ അരവണ പായസം കഴിച്ചിട്ടുണ്ടോ ഗൈസ്? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.